എൻ്റെ ഒരു കാര്യം നടത്താൻ വേറൊരാൾ ബുദ്ധിമുട്ടരുത്. അതെനിക്ക് നിർബന്ധമായിരുന്നു. പഠിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ടതും ഞാൻ തന്നെയാണ്. മറ്റുള്ള ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നമുക്ക് അർത്ഥമില്ല. ഞാൻ അങ്ങനെ എനിക്ക് ഒന്നും എളുപ്പത്തിൽ നേടിയെടുത്തിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ആവശ്യം എൻ്റെ ആയതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടി കഠിനാധ്വാനം ചെയ്തിട്ട് നേടിയെടുത്തിട്ടുള്ളതാണ് എല്ലാം. മറ്റുള്ളവർ എന്ത് പറയും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോൾ നിർത്തുന്നോ അപ്പോഴാണ് നമ്മുടെ ജീവിതം ജീവിത വിജയം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളാരും അങ്ങനെ ഒരു പണിയില്ലാത്ത അമ്മമാരാവരുത്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ ഞങ്ങളെ വെച്ച് ഇതൊക്കെ ചെയ്തു, അങ്ങനെയാണ് അവർ ഒരു കാലത്ത് അഭിമാനിക്കണം വേണം. ഒരു സംരംഭം തുടങ്ങുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. ചിലരുണ്ട് ഒരു പാഷൻ തലയ്ക്ക് പിടിച്ച് ഒരു കർമ്മമേഖല കണ്ടെത്തി സമൂഹത്തിലെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനുമായി ഇറങ്ങുന്നവർ. ചിലരുണ്ട് സാഹചര്യങ്ങളാണ് അവരെ സംരംഭകരാക്കുന്നത്. അതിൽ ചില വനിതാ സംരംഭകരുണ്ട്, അവരുടെ സാഹചര്യങ്ങൾ അവരെ കരുത്തരാക്കും. അവർ ചിലപ്പോൾ ഏതറ്റം വരെ പോയി അത് വിജയിപ്പിക്കും. ഇൻസ്റ്റയിൽ ഒരു റീലാണ് ഞാൻ കാണുന്നത്. ആളുടെ പേര് രേവതി എന്നാണ്. അദ്ദേഹം ഒരു തട്ടുകടയാണ് നടത്തുന്നത്, ഇഡ്ഡലി വെച്ചുകൊണ്ട്. വളരെ എനിക്ക് യുണീക്കായിട്ട് തോന്നി. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹത്തെ സ്പാർക്കിൻ്റെ സ്റ്റുഡിയോയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്തു. വളരെ സ്പാർക്കുള്ളൊരു കഥയാണ് അദ്ദേഹത്തിൻ്റെ. വളരെ പ്ലസൻ്റായി. നമ്മൾ ജീവിതത്തിൽ ചില ആൾക്കാരെ കണ്ടുമുട്ടുമ്പോൾ ഈ പോസിറ്റീവ് എനർജി തോന്നുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ളൊരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. വളരെ സ്നേഹാദരോടുകൂടി ഞാൻ രേവതിയാണ് ഈ എഡിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. രേവതി, താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം. താങ്ക് യു സർ. രേവതിയുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് തൃശ്ശൂരാണ് വരുന്നത്. പാലക്കാട് തൃശ്ശൂർ ബോർഡർ ഏരിയയിലാണ് വരുന്നത്, പഴയന്നൂർ. ഓക്കെ. താങ്കൾ പഠിച്ചതൊക്കെ പഴയന്നൂർ ഗവൺമെൻറ് സ്കൂളിലാണ്. അവിടെ +2 അവിടെ കഴിഞ്ഞു. ശേഷം ഡിഗ്രി ചെയ്തത് വിമല കോളേജ് തൃശ്ശൂർ, ട്രെയിനിങ് കോളേജ് ഒറ്റപ്പാലത്ത് നിന്ന് BEd ചെയ്തു. താങ്കൾ അച്ഛനും അമ്മയൊക്കെ എന്താണ് ചെയ്യുന്നത്? അമ്മ ഞാൻ പഠിച്ച അതേ ഗവൺമെൻറ് സ്കൂളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാഗത്താണ് ജോലി ചെയ്യുന്നുണ്ട്. അച്ഛൻ ടൈലറാണ്. അപ്പോൾ നമ്മളൊക്കെ വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് അതിൻ്റെതായ സ്ട്രഗിൾസും രേവതിക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ അച്ഛനും അമ്മയും ഞങ്ങളെന്നെ നല്ല രീതിയിൽ വളർത്താനായിട്ട്, ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. എനിക്കൊരു അനിയത്തിയാണുള്ളത്. ഞങ്ങളൊരു 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് പഠിക്കാനാണെങ്കിലും ഞങ്ങളുടെ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്ന് എത്തിച്ചിട്ടുണ്ട്. രേവതി എപ്പോഴും ഒരു ഇൻഡിപെൻഡൻ്റ് ആവണം, എന്തിനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ പണം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മൂത്ത കുട്ടി ആയതുകൊണ്ടായിരിക്കണം. പിന്നെ നമ്മൾ വീട്ടിലെല്ലാവരും കണ്ടിട്ടാണല്ലോ വളരുന്നത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെങ്കിലും ഞാൻ ഒരുപാടൊന്നും വീട്ടിൽ നിന്ന് അങ്ങനെ പൈസ ഒന്നും ചോദിക്കില്ല. ബസ്സിനുള്ള പൈസ തന്നെ വാങ്ങാറുള്ളൂ. പിന്നെ ഒരു 18 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ അടുത്തുള്ള ട്യൂട്ടോറിയൽ കോളേജിൽ വർക്ക് ചെയ്യാനായിട്ട് കയറി. അന്നോട്ട് ഇതൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ചെറിയ സമ്പാദ്യങ്ങൾ, നമ്മുടെ ആവശ്യത്തിനുള്ള പണം, പോക്കറ്റ് മണി, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് പഠിക്കാനുള്ളത്. BEd ഒക്കെ ചേരുന്നത് ഞാൻ തന്നെ ജോലിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള പൈസയിലാണ്. ഞാൻ വീട്ടിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇല്ല. വളരെ നല്ലത്. രേവതി പഠനം കഴിഞ്ഞ് പിന്നെ? ഞാനൊരു ഡിഗ്രി കഴിഞ്ഞു. എല്ലാം ഗവൺമെൻറ് കോളേജുകളിലും സ്കൂളുകളിലാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ BEd ചെയ്യുന്നത് ഒറ്റപ്പാലം. 1 വർഷം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. പിന്നെ 1 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളുണ്ടായത്. അപ്പോൾ ഒരു 3-4 കൊല്ലം ഞാൻ ഇങ്ങനെ അധികമൊന്നും ചെയ്യാതെ, എന്നാലും ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ എൻ്റെ വാൽമീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല എന്ന് പറയണ പോലെ ഒരു കുറച്ച് കാലം ഞാൻ ഇരുന്നിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും മൗനമായിരുന്നോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഞാൻ ആ കാലത്തിൽ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. PSC പഠനം കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചു. കൂടാതെ എനിക്ക് പഠനം മുന്നോട്ട് പോവില്ലേ എന്നൊരു സംശയം കുഞ്ഞൊക്കെ ആയപ്പോൾ, അതൊരു ഭയങ്കര ഒരു പേടി പോലെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റൻ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. എന്തിനു വേണ്ടി? PG ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് ആ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. പക്ഷെ അത് എനിക്കൊരു നഷ്ടമായിട്ട് തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാതിരുന്നിട്ടുണ്ടെങ്കിലും ഞാൻ ചിന്തിക്കുന്ന അതിനേക്കാളും നല്ല രീതിയിൽ അത് കിട്ടിയിട്ടുണ്ടെന്നാണ്. കാരണം അതിനുശേഷം എൻ്റെ മോൾക്ക് 1 വയസ്സായതിനു ശേഷമാണ് ഞാൻ സ്കൂളിൽ ജോലിക്ക് കയറുന്നതും. പിന്നെ അടുത്ത വർഷം തന്നെ പഠിക്കാനായിട്ട് ചേരുകയാണ്. വീണ്ടും ഞാൻ മോളേനെ ഡെലിവറി കഴിഞ്ഞിട്ട്
വന്ന് 3-4 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്ന് ആ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതും എനിക്കൊരു ബുദ്ധിമുട്ടായില്ല. തൊട്ടടുത്ത വർഷം ഞാൻ PGക്ക് ജോയിൻ ചെയ്യുന്നത് വിമല കോളേജിൽ തന്നെയാണ്. അതും കൃത്യമായിട്ട് ആലോചിച്ച് 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ജോലിക്ക് കയറുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ ഞാൻ പഠിക്കാൻ കയറുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു PGക്ക് പഠിക്കാൻ കയറി ആ വർഷം 2022 തന്നെ നെറ്റ് എക്സാം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഞാൻ എടുത്തു. വെരി ഗുഡ്. അതേപോലെ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഒട്ടുമിക്ക മത്സരം എല്ലാ ക്വിസ് കോമ്പറ്റീഷനുകളിലും പ്രസംഗ മത്സരങ്ങളിലും ഒക്കെ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ആ സമയത്ത് മലയാളി മങ്കയുടെ ഒരു പ്രോഗ്രാം അവിടെ, അതിന് ഞാൻ ടൈറ്റിൽ വിന്നറായി. അപ്പോൾ ആ സമയത്തൊക്കെ കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളെനിക്ക് നേടാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ ആഗ്രഹം പഠിക്കാമെന്നായിരുന്നു. ഇങ്ങനെയൊന്നും ഞാൻ പ്രസംഗിക്കുമായിരുന്നു കുറച്ചൊക്കെ, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പഠിക്കുക എന്നുള്ളതൊരു ത്വരയാണ് അല്ലേ? പഠിക്കാന്ന് വെച്ചാൽ അതെങ്ങനെയാണ് എനിക്ക് വന്നു പെട്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് സങ്കടമാണ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കരഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്ക് റെഗുലറായി പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ. എന്നാലും എനിക്ക് റെഗുലറായിട്ട് ജോയിൻ ചെയ്ത് ഞാൻ ഇറങ്ങുമ്പോൾ കോളേജ് ടോപ്പറായി 90% മാർക്കിലാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. വെരി ഗുഡ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ചില്ലറ സേവിങ്സ് ഒക്കെ വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതെ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക എൻ്റെ ഒരു കാര്യം നടത്താൻ വേറൊരാൾ ബുദ്ധിമുട്ടരുത്. അതെനിക്ക് നിർബന്ധമായിരുന്നു. പഠിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി ബുദ്ധിമുട്ടേണ്ടതും ഞാൻ തന്നെയാണ്. മറ്റുള്ള ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നമുക്ക് അർത്ഥമില്ല. പിന്നെ എൻ്റെ കൂടെ കുറച്ചെങ്കിലും കഷ്ടപ്പെടുന്ന എൻ്റെ 2 കുഞ്ഞുങ്ങളാണ്. കാരണം രണ്ടാമത്തെ കുട്ടി പാല് കൊടുക്കുന്ന സമയത്ത് മോൾക്കൊരു 1.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പഠിക്കാനായിട്ട് പോകുന്നത്. അതുവരെ തിരുവല്ലാമല ഗവൺമെൻറ് സ്കൂളിൽ ജോലി ചെയ്തിരുന്നു ടീച്ചറായിട്ട്. അപ്പോൾ സ്കൂളിൽ രാവിലെ ഒരു 10 മണിക്ക് പോയാൽ 4 മണിയാകുമ്പോഴേക്കും നമുക്ക് 4:30 ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്താം. അപ്പോൾ കുട്ടീനെ അത് വെച്ച് മാനേജ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷെ കോളേജിൽ പോകുമ്പോൾ നമുക്ക് രാവിലെ നേരത്തെ പോകണം, ഒരു 6 മണിക്കൊക്കെ പോകണം. അപ്പോൾ തിരിച്ചെത്തുന്നത് 5-5:30 ആവും. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തായിരിക്കും കുഞ്ഞ് കരയുന്നുണ്ടാവുക. അപ്പം അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മോനൊക്കെ ചിലപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും മോൻ ചെവിവേദനയാണ് അമ്മയെന്ന് വിളിച്ച് കരയുണ്ടാവുക. നമുക്ക് പറന്നു വരാൻ പറ്റില്ലല്ലോ, ബസ്സിൽ നിന്ന് നമുക്ക് കരയാനേ നിവർത്തിയുള്ളൂ. വീട്ടിലെത്തിയതും കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. എന്നിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ പരീക്ഷയായിരിക്കും. ഞാൻ ബാത്റൂമിൽ ഇരുന്നിട്ടും യാത്രയിലും അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു ഏറ്റവും നല്ല മാക്സിമം മാർക്ക് എനിക്ക് വാങ്ങണം. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഒപ്പം ബുദ്ധിമുട്ടുന്നുണ്ട്, എൻ്റെ കൂടെ എനിക്ക് വേണ്ടി അവർ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അച്ചീവ്മെൻറ്റ് എൻ്റെ കുഞ്ഞുങ്ങൾക്കും കൂടെ ഉള്ള ഒരു നാളെ അവർക്ക് പറയണം, എൻ്റെ അമ്മ ഞങ്ങളെ വെച്ചിട്ട് ഇതൊക്കെ നേടിയിട്ടുണ്ട് എന്ന് പറയണം. വളരെ സന്തോഷം. അവിടെയൊക്കെയാണ് ഒരു സ്പാർക്ക് ഉണ്ടാവുന്ന ജീവിതത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ ഒരു സംരംഭകയാവുന്നത്. എന്തായിരുന്നു അത്? എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാനൊരു ബിസിനസ്സുകാരിയാവുമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നക്കൂട്ടി പ്ലാൻ ചെയ്ത് 2 വർഷത്തിൽ PG കഴിയുന്നു, അടുത്ത വർഷം തന്നെ ജോലിക്ക് കയറുന്നു എന്നുള്ള ആഗ്രഹത്തിലാണ് ഇറങ്ങുന്നത്. അതേപോലെ തന്നെ ചെയ്തു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില മനുഷ്യരുണ്ടാവും എൻ്റെ ജിഷ എലിസബത്ത് പറയും, മിസ്സാണ് എൻ്റെ PhD ഗൈഡ്. അവരൊരു PhD ഗൈഡ്. താങ്കൾ അതിനിടയിൽ PhD ചെയ്യുന്നുണ്ട്? ഞാനിപ്പോൾ PhD ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ അദ്ദേഹം വളരെ സഹായിക്കുന്ന ഒരാളാണ്. അത് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനമാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അവരെൻ്റെ ഒരു പല മോശം സമയങ്ങളിലും നമ്മളെ എങ്ങനെ കെയർ ചെയ്യുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി വരുന്നോ, ഒരു സ്ത്രീ, ഒരമ്മ, അങ്ങനെ എനിക്കത് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. അവർ പല സാഹചര്യങ്ങളിലും ഞാൻ പോലും ചോദിക്കാതെ പറയാതെ എന്നെ സഹായിച്ചിട്ടുണ്ട് പല രീതിയിലും. അപ്പോൾ മിസ് എന്നോട് പറഞ്ഞു, നീ PhD ചെയ്യണം. അപ്പോൾ PhD ചെയ്യാന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. ഞാൻ ഞാൻ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നത് എൻ്റെ മിസ്സിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നത്. നീ അത് നേടിയല്ലോ എന്ന്. ഞാൻ അങ്ങനെ എനിക്ക് ഒന്നും എളുപ്പത്തിൽ നേടിയെടുത്തിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ ആവശ്യം എൻ്റെ ആയതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടി കഠിനാധ്വാനം ചെയ്തിട്ട് നേടിയെടുത്തിട്ടുള്ളതാണ് എല്ലാം. അപ്പോൾ മിസ് പറഞ്ഞു PhD ചെയ്യാം. അപ്പോൾ ഞാൻ ആ സമയത്ത് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ജോലി വേണ്ടാന്ന് വെക്കുന്നതിന് ആർക്കും അത്ര താല്പര്യമില്ല. അപ്പം അമ്മയൊക്കെ പറഞ്ഞു, ഇപ്പം നീ ജോലി വേണ്ടാന്ന് വെക്കണോ, നമുക്കത് വരുമാന മാർഗ്ഗം, എല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ, ഇത്രയും പ്രായമായി ഇനിയും പഠിക്കാൻ പോകാന്ന് പറയും. പക്ഷെ ഇപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു ഗ്യാപ്പ് വരും. പിന്നെ മിസ്സ് എനിക്ക് ഗൈഡിനൊന്നും തപ്പണ്ട, മിസ്സ് പറയും ഞാൻ നിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണേ. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇതിലൊരു മാറ്റമില്ല,
പഠിക്കന്നെ എന്ന് വിചാരിച്ചു. പഠിക്കുന്ന സമയത്ത് നമുക്കൊരു വരുമാനം വേണം. ബസ്സിന് പോകണം, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് മാസം മാസം വരുമൊന്നുമില്ല. അപ്പം നമുക്ക് കാര്യങ്ങൾക്കൊക്കെ പൈസ വേണം. പൈസ പൈസ അത്യാവശ്യമാണ്. എന്ത് കാര്യം ചെയ്യാനും പൈസ അത്യാവശ്യമാണ്. നമ്മൾ വിചാരിക്കും പൈസയും കൊണ്ടേ പലതും നടക്കുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നി പഠിക്കുക എന്നുള്ളത് എൻ്റെ പാഷനാണ്. പക്ഷേ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ആ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു. അപ്പോൾ ഇപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം വെച്ചിട്ട് എന്നോട് കുറേ ആളുകൾ ആ സമയത്തൊക്കെ പറയുന്നുണ്ട്, കുട്ടി ഇത്രയും പഠിച്ചിട്ട് എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എല്ലാ ജോലിക്കും അത് എന്ത് നമ്മൾ ചെയ്യുന്നു എന്നല്ല, നമ്മളതിൽ എത്രത്തോളം എഫേർട്ട് എടുക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ചെയ്യുമ്പോൾ ഇത് എൻ്റെ മാത്രം ഒരു വഴിയായിരുന്നില്ല. എനിക്ക് എൻ്റെ വീട്ടിലുള്ള അമ്മയ്ക്ക്, അനിയത്തിക്ക്, ഇവർക്ക് എല്ലാവർക്കും ഇതിലൊരു ഗുണം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഫുഡ് ബിസിനസ്സിലേക്ക് ഇറങ്ങുമായിരുന്നു. ഫുഡ് ബിസിനസ് എന്താണ്? തട്ടുകട. അത് തട്ടുകട എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്തുന്നത്, അമ്മ ഇഡ്ഡലിപ്പൊടി ഒക്കെ സെയിൽ ചെയ്യുമായിരുന്നു. കുറേ കാലമായിട്ട് അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു കട ഇടണം. അപ്പം അമ്മ എന്നോട് എപ്പോഴും പറയും എവിടെയും, കാരണം വെക്കേഷൻ സമയത്തൊന്നും അമ്മയ്ക്ക് ജോലിയില്ല, അപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഒരു എക്സ്ട്രാ വരുമാനം വേണം എന്നുണ്ട് എപ്പോഴും പറയും. അപ്പം ഇനി എനിക്കൊരു അനിയത്തിയും കൂടി ഉണ്ട്, കല്യാണം കഴിച്ച് വിടുകയൊക്കെ വേണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു അമ്മോട്, ശരി അമ്മ എന്നാൽ എനിക്കെന്തായാലും ഒരു വരുമാന മാർഗം വേണം, അപ്പം എന്നാൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനൊരു കാര്യം ചെയ്യാം. അപ്പം അമ്മ ചോദിച്ചു എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു നമ്മളൊരു കട ഇടാൻ പോകണം. അപ്പോൾ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മായന്നൂർ പാലത്തിൻ്റെ അവിടെ അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മളിത് നിന്നെ ഇവളെയൊക്കെ വെച്ചിട്ട് അവിടെ പോയിട്ട് എങ്ങനെ ഞാൻ കടയിടും, നീ എന്താ പറയണേന്നൊക്കെ. അപ്പം ഞാൻ ഒരു അച്ഛൻ വന്നപ്പം, അച്ഛന് മൂത്ത കുട്ടിയായതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇവരൊക്കെ ഒന്ന് കേൾക്കും, ഇവളെന്തൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് കേൾക്കും. അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, അച്ഛാ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്കിത് ചെയ്യണം, കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ. അത് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്കും സാധ്യതയില്ല. പക്ഷെ ഇതിൽ ഇപ്പം നമ്മൾ എടുക്കുന്ന പൈസ ഞാൻ കുടുംബശ്രീയിൽ നിന്ന് എടുത്തു, കുറച്ച് ഗോൾഡ് പണയം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ പൈസ ഞാൻ തന്നെ വീട്ടിക്കോളാം. ഇനി ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാലും പണി എടുത്തിട്ടാണെങ്കിൽ ഞാനത് വീട്ടിക്കോളാം. ആ ധൈര്യം ഞാൻ അവർക്ക് കൊടുത്തു. പിന്നെ ഞാനുള്ളിടത്തോളം നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങളങ്ങനെ ഒറ്റപ്പാലത്ത് ഫുഡ് ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ എന്ത് ബിസിനസ്, ഫുഡിൻ്റെ എന്ത് ചെയ്യുന്നൊരു പ്ലാൻ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഒരു 1.5 മാസം ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു ആലോചിച്ച്, അപ്പം നമ്മുടെ ഒരു യുണീക്ക് ഐറ്റം അതിൽ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇഡ്ഡലിയുടെ വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്തു. അതിൽ നോൺ ഐറ്റംസ് ഒക്കെ ഞാനൊരു നല്ലൊരു കുക്കാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഞാൻ അത്യാവശ്യം എൻ്റെ സാമ്പാറും നോൺ ഐറ്റംസ് ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെജിനേക്കാൾ കൂടുതൽ നോൺ ഐറ്റംസ് ആണ് കൂടുതൽ ഉണ്ടാക്കുക. അപ്പം ഞങ്ങൾക്ക് അറിയുന്ന ഭക്ഷണം, ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുന്ന, ഞങ്ങൾ വീട്ടിൽ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഒക്കെ കഴിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ പുറത്താണ് ഞങ്ങളങ്ങനെ ബിസിനസ്. പക്ഷെ താങ്കൾ പകല് പഠിക്കാൻ പോവുകയാണ്, നല്ല ജോലിയുണ്ട്, പക്ഷെ അതപ്പോൾ എപ്പോൾ തുടങ്ങും, എങ്ങനെ മാനേജ് ചെയ്യും? രാത്രിയാണ് നമ്മുടെ രാത്രികാല യാത്രികരാണ് ഞങ്ങൾ. രാത്രിയാണ് തുടങ്ങിയത്. അപ്പോൾ എത്ര മണിക്ക്? ഞങ്ങൾ ഒരു 5 മണി 6 മണി. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വെക്കേഷനാണ്, മാർച്ച് ലാസ്റ്റോടുകൂടി തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾ വൈകുന്നേരം ഒരു 4:30-5 മണിയോട് കൂടെ തുടങ്ങുന്നത്. ബസ്സിനാണ് പോവുക. തുടങ്ങുന്ന ദിവസം ഞങ്ങൾ ബസ്സിൽ ചെറിയ പാത്രങ്ങളിൽ കറികളൊക്കെ ആക്കി, കാരണം ഇത് എത്ര ആളുകൾ വരും, ബിസിനസ് ഞാൻ പഠിക്കുന്നേ ഉള്ളൂ, പഠിക്കുമായിരുന്നു. വണ്ടിയോ എന്താണത്? ഞങ്ങൾ ആദ്യം ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഈ സാധനം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ നമ്മളതൊരു ഞാൻ പണിയിപ്പിച്ചതാ. കരകത്തിന്റെ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് ഷീറ്റൊക്കെ വെച്ച് ഞാൻ അവിടെ ചേട്ടനോടൊക്കെ പറഞ്ഞിട്ട് അത് എനിക്ക് ഇങ്ങനെ ഒരു സാധനം വേണം. അവരാണെങ്കിൽ അത് ചെയ്തിട്ടൊന്നുമില്ല. മോളെ ഞങ്ങൾക്ക് ഇതിൽ വലിയ ലാഭമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും ചെയ്തു തരണം, ഇതാണ് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു. അങ്ങനെ ആളെ കൊണ്ട് അത് ചെയ്യിച്ചു. അതൊക്കെ വലിയ സഹായമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ചെന്ന് ആ സംഭവം അവിടെ എടുത്തുകൊണ്ടേ വെച്ചു. അങ്ങനെ തുടങ്ങുകയാണ്. ആദ്യം ബസ്സിൽ കൊണ്ടുപോയി. 3-ാമത്തെ ദിവസം നമ്മൾ പറയില്ല, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഒരു മനുഷ്യർ നമ്മളെ സഹായിക്കാൻ വരും എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തുടങ്ങുമ്പോൾ കുറച്ച് പൈസയുടെ ഒരു 10,000 രൂപയുടെ ഒരു ബുദ്ധിമുട്ട് വന്നു. എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു വെച്ചാൽ പൈസ ഞാൻ ആരെയും നിന്നും വാങ്ങില്ല, ഉള്ളത് എന്താ വെച്ചാൽ പണയം വയ്ക്കുക അല്ലെങ്കിൽ ലോൺ എടുത്ത്. പക്ഷെ 10,000 രൂപയുടെ ഒരു ആവശ്യം വന്നപ്പോൾ ആരോടെ ചെയ്യുക. അപ്പം എനിക്ക് നമ്മുടെ അരുണേട്ടൻ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്, മനോരമയിൽ പറയാം. അപ്പോൾ അദ്ദേഹം എനിക്കൊരു 10,000 രൂപ തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിലേക്ക് ഒരു, കാരണം 10,000 രൂപ ഞാൻ അദ്ദേഹത്തിൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ ആഴ്ചയുടെ ഉള്ളിൽ എനിക്ക് എൻ്റെ കടയിൽ നിന്ന് ആ 10,000 രൂപ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുകയാണ്. അത് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത് ആദ്യത്തെ 2 ദിവസം ഇതുപോലെ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതുപോലെ ഒരു മനുഷ്യൻ, എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, നീ ഇത്
ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇട്, നമുക്ക് നോക്കാം. അപ്പോൾ ഞാനും ചിന്തിക്കുന്നില്ല, അദ്ദേഹവും ചിന്തിക്കുന്നില്ല. ആൾ പറഞ്ഞു ഷിയാസ്. അപ്പോൾ ഞാനത് ഇട്ടു. അത് അന്നത്തെ ദിവസം തൊട്ട് ഇന്ന് 1 മില്യണിന് മേലെ വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആണത്. അതിന് ശേഷമാണ് ഞാൻ ഫുഡ് ബിസിനസിന്റെ തിരക്ക് എന്താണ്, മനുഷ്യരെന്താണ്, വൈറലായി, ആ ആൾക്കാർ ഇടിച്ചു കയറി വരാൻ തുടങ്ങി ഇഡ്ഡലി കഴിക്കാൻ. ഇഡ്ഡലി അപ്പൊ എന്ത് സാധാരണ ഇഡ്ഡലിയാണോ, എന്താണ് നമുക്ക് അതാ നമ്മളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇഡ്ഡലി വെറൈറ്റി, നമുക്കൊരു 8-9 വെറൈറ്റി ഇഡ്ഡലീസ് ആണ് നമ്മളിപ്പോ സെയിൽ. ഇഡ്ഡലിയിൽ വെറൈറ്റീസോ? ഇഡ്ഡലിയിൽ ദോശയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇഡ്ഡലിയിൽ. ഓക്കേ. ദോശയ്ക്ക് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. സത്യത്തിൽ എനിക്ക് ദോശയാണ് കൂടുതൽ ഇഷ്ടം, പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് അതിൽ കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടെ എളുപ്പമുള്ളത് ഇഡ്ഡലി ആയിരുന്നു. അങ്ങനെ പക്ഷെ എനിക്ക് ഇനി ഞാൻ ചെയ്യും, ഞാൻ ഉറപ്പായിട്ട് ദോശയിലേക്കൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഇഡ്ഡലി ചെയ്യുന്നത് നമുക്ക് ചെറിയ ചെറിയ ബട്ടൺ ഇഡ്ഡലി ഉണ്ട്. അതിൽ നമുക്ക് 3-4 ടൈപ്പ് മിക്സിങ്. സാധാരണ നമ്മൾ പൊടി ഇഡ്ഡലിയാണ് കാണാറ്. നമ്മളതിൽ ചിക്കൻ മിക്സ് വരുന്നുണ്ട്, ബീഫ് മിക്സ് വരുന്നുണ്ട്, നമ്മുടെ കേച്ചേരിയുള്ള ഷോപ്പിൽ മട്ടൺ മിക്സ് വരുന്നുണ്ട്. ഇഡ്ഡലിയുടെ അകത്ത് അല്ല, അതിന്റെ മിക്സ് വരുന്നത് വേറെ, ഫില്ലിങ്സ് വരുന്നതിൽ ചിക്കൻ ഫില്ലിങ്സ് വരുന്നുണ്ട്, എഗ് ഫില്ലിങ്സ് വരുന്നുണ്ട്, മസാലയുടെ ഫില്ലിങ്സ് വരുന്നുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് നമ്മളിപ്പോൾ ഇഡ്ഡലിയിൽ. ഇതിന്റെയൊക്കെ ഈ ഡൈയും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഒക്കെ ഞങ്ങൾ തന്നെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഇത് എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിച്ച. ഞാൻ ആദ്യം നമ്മൾ പൊടി രാമശ്ശേരി ഇഡ്ഡലിയുടെ ഒരു റിപ്ലിക്ക ഉണ്ട്, തട്ടടലി എന്ന് പറയും. നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇറക്കി. എൻ്റെ മിസ്സാണ് എന്നോട് പറയുന്നത്, നീ ഉള്ളിൽ ഫില്ലിങ്സ് വരുന്ന ഒരു ഐറ്റം ഉണ്ട്, നീ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പം അങ്ങനെ നമ്മൾ ഫില്ലിങ്സ് വരുന്നത്. അപ്പോൾ 2-3 എഗ് ഇഡ്ഡലിയൊക്കെ ഞങ്ങൾ തന്നെ ചെയ്ത് നോക്കുന്നത്, വീട്ടിൽ ചെയ്ത് നോക്കുക. സക്സസ് ആയി, ഞങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ എന്ത് ചെയ്യും, എന്താ പറയുക, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യും. ഇത് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് ശരീരത്തിന് വരും, നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ നമ്മളൊരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എല്ലാം അറിയണം. അപ്പം ഞാൻ ഫുൾ സെർച്ച് ചെയ്തൊക്കെ നോക്കും. അപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ ആണെന്ന് ഉറപ്പായിട്ടില്ല, കാരണം എൻ്റെ കുട്ടികളും കഴിക്കുന്നതാണ്, വരുന്ന മക്കളും കഴിക്കുന്നതാണ്. അങ്ങനെ തീരുമാനമാക്കിയിട്ടാണ് നമ്മൾ പിന്നെ വരുന്ന ആളുകൾ നമ്മളോട് പറയും കേട്ടോ, ഈ ചേച്ചി ഇന്ന രീതിയിൽ മിക്സ് ചെയ്ത് തരുമോ. അപ്പോൾ നമുക്കതൊരു പുതിയ ഐറ്റം ആയിട്ട് വരും. കസ്റ്റമൈസേഷൻ ഒക്കെ വരാന്ന്. സത്യത്തിൽ ഞാൻ പഠിക്കുമായിരുന്നു ഈ യാത്ര. അപ്പോൾ വീട്ടിൽ നിന്ന് ഈ സാധനം ഉണ്ടായി, അപ്പോൾ കുട്ടികളും ബാക്കി എങ്ങനെയാ അതിന്റെ ഒരു ദിനചര്യ? അത് നമ്മൾ കാലത്തെ പോയി ഇപ്പൊ ഈ ഒരു കൊല്ലം ഞാൻ ഒരുപാട് ഭയങ്കര തിരക്കുള്ളൊരു ആളായിരുന്നു. കാരണം രാവിലെ എണീക്കുന്നത്, നേരെ പോകുന്നു, പഴയനൂർ മാർക്കറ്റിലൊക്കെ പോകുന്നു, കടയിൽ പോകുന്നു, ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നു, അത് ഇന്ന സാധനങ്ങളൊക്കെ വേണം. അപ്പൊ അവർക്കറിയാം പെൺകുട്ടി വരും, ഇന്ന സമയം ഒരു കുട്ടി വരും. അപ്പം പച്ചക്കറി കടക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്നു, വീട്ടിലെത്തുന്നു. അപ്പോൾ ചേച്ചീനെ വെച്ചു, നമുക്ക് ബൾക്കൊക്കെ വാങ്ങുന്നു. അതിൽ നമ്മളൊരു 3-ാമത്തെ ദിവസം തൊട്ട് നമ്മൾ ഓട്ടോയിലാണ് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. 1 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഒമിനി എടുത്തു. വരുമാനം കൂടിയപ്പോ എടുത്തു. അതെന്താ, ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു? മുന്നേ ഡ്രൈവിംഗ് ഞാൻ മോന്റെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഉപയോഗം വന്നത് ഈ സാഹചര്യം വന്നപ്പോൾ. അപ്പൊ ഞാൻ പെട്ടെന്ന് എടുത്ത് 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ വെച്ചാൽ നമ്മുടെ ആവശ്യമാണ്, കാരണം ഓട്ടോയ്ക്ക് ചാർജ് കൂടുതലാണ്, ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകണം, നമുക്ക് എല്ലാം കൂടെ ആലോചിച്ച്. പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ അവിടെ നിന്ന് ചെന്ന് റെസ്റ്റ് എടുക്കാം. ഞങ്ങൾക്കൊക്കെ മേത്തൊക്കെ പൊള്ളലുകൾ എപ്പോഴും ഉണ്ടാവും, കാരണം ശീലമില്ലാത്ത, എൻ്റെ കയ്യിലൊക്കെ പാടുകളാണ്, ശീലമില്ലാത്ത പരിപാടി. അമ്മയ്ക്ക് അതൊക്കെ സങ്കടമാണ്, കാരണം മക്കളിങ്ങനെ കാണല്ലേ. അപ്പോൾ നമ്മളതപ്പം എല്ലാത്തിനും എനിക്കൊരു വണ്ടി, കുട്ടികളെ പഠിപ്പിക്കാൻ, കാരണം കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടാവും ആ സമയത്തൊക്കെ. കുട്ടികളെ കൊണ്ടാണ് വരുന്നത്? കുട്ടികളെ കൊണ്ടാണ്, ഞങ്ങളൊരു ഫാമിലി മൊത്തം അവിടെ ഉണ്ടാവും. അമ്മ അതുപോലെ തന്നെ താങ്കളും സിസ്റ്ററും കുട്ടികളും കൂടി ഈ വാനിൽ ഓടിച്ച് ഇവിടെ വരും. അപ്പൊ എല്ലാം ഉണ്ടാക്കി വരും, കസ്റ്റമേഴ്സ് വരും. ജോലി ആ സമയത്ത് കുറച്ചധികം ഒരു 6-7 പേരൊക്കെ ജോലിക്ക് വെച്ചായിരുന്നു, എനിക്ക് മാനേജ് ചെയ്യാൻ തിരക്ക് വേണം. അപ്പൊ അവരേനെയും കൊണ്ടുവന്നിട്ട് രാത്രി ഞാൻ ഇവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കും. 1 മണി 1:30. അതുകൊണ്ട് എനിക്കിപ്പോൾ രാത്രി എനിക്കൊരു പകല് പോലെയാണ്. പണ്ടൊക്കെ എൻ്റെ അറിവിൽ എൻ്റെ വീട്ടിൽ നിന്നൊന്നും ഞങ്ങൾ രാത്രി ഒന്നും എങ്ങോട്ടും പോയിട്ടില്ല, രാത്രി കണ്ടിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ രാത്രി, എനിക്ക് അതൊരു ആവശ്യമാണ്. എത്ര മണിക്കാ വീട്ടിലെത്തുക? 2 മണി എങ്ങനെയാവും വീട്ടിലെത്താൻ. പഴയന്നൂരാണ്. എത്ര മണിക്കൂർ ഉറങ്ങും? ഉറക്കം വളരെ കുറവാണ്. രാവിലെ എണീച്ച കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടണം, അപ്പോൾ കുറച്ച് നേരത്തെ എണീക്കണം. അത് കഴിഞ്ഞ് എനിക്ക് കോളേജിൽ പോകണം, പഠിക്കാൻ. പിന്നെ വൈകുന്നേരം വന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഷോപ്പിൽ പോകണം. അതുകൊണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇനി കുറച്ച് കാലം കൂടെ ഞാൻ ഈ ഉറക്കത്തിനൊന്ന് സാക്രിഫൈസ് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടിയാൽ കുറച്ച് കാലം സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ആരോഗ്യവും അതിനിടയിൽ പരിപാലിക്കണം. അപ്പൊ ഈ ഒരു ഷോപ്പ് സൂപ്പർ ഹിറ്റ് ആയതോടുകൂടി അതിൽ ഒതുങ്ങിയോ അതോ വേറെ സ്റ്റാർട്ട് ചെയ്തു? ഞാൻ അത് തുടങ്ങി കുറച്ച് നാളിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് കുറേ ആളുകൾ നമ്മളതിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, ഞാൻ കുറച്ചും കൂടെ അതിൽ എക്സ്പീരിയൻസ്ഡ് ആവാനുണ്ട്. എനിക്ക് ആ ബിസിനസ് ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും, ഞാനൊരു ടീച്ചറാണോ, ഞാനൊരു ബിസിനസ്സിൽ ഏതാണോ എനിക്ക് ഏറ്റവും നല്ലത് വെച്ചാൽ ഞാൻ പറയും
അല്ല ഏതിലാണ് ഏറ്റവും എനിക്ക് അറിവ് ചോദിച്ചാൽ ഞാനൊരു ടീച്ചറാണ്, എനിക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ പഠിച്ചത് അത്രയും പക്കയാണെന്ന് എനിക്കറിയാം, എനിക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അറിയാം, അതൊക്കെ എനിക്ക് ഉറപ്പാണ്. ബിസിനസ് പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ചെയ്യും, ഞാൻ തോക്കില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് വരുന്ന ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെക്കാളും നല്ലതാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പാണ്. ഇനി അഥവാ ഞാൻ രത്തൻ്റെ ആരോ മറ്റും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല. ആ തെറ്റിനെ ശരിയാക്കുന്നിടത്താണ് ബിസിനസ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ക്ലിഷ ചോദ്യമാണ്. രേവതി രാത്രിയാണ്, സിസ്റ്ററാണ് കൂടെ, നിങ്ങൾ സ്ത്രീകൾ കുറച്ച് ചേർന്നാണ് ഈ രാത്രിയൊക്കെ. അവിടെ എന്തെങ്കിലും തിക്താനുഭവങ്ങൾ, മോശാനുഭവങ്ങൾ ഉണ്ടായിരുന്നു? നമ്മൾ ഷോപ്പ് അവിടെ ഇടുന്ന ആളുകളൊക്കെ അങ്ങനെ പറയാം, 2 പെൺകുട്ടികളെയും കൊണ്ട് ഒറ്റപ്പാലം പോലൊരു സ്ഥലത്ത്. അപ്പം ഞാൻ ചിന്തിക്കുന്ന എപ്പോഴും ഫസ്റ്റ് നമ്മൾക്കൊരു ധൈര്യം വേണം, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു ധൈര്യം വേണം. ഞാൻ അവിടെ ഒറ്റപ്പാലത്ത് ഷോപ്പ് ഇട്ടതിന് ശേഷം എനിക്ക് അവിടെ മനുഷ്യരുടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അവിടെ ഒറ്റപ്പാലം പോലീസൊക്കെ 2-3 പ്രാവശ്യം, നമുക്ക് അവിടെ തിരക്കുള്ള സമയത്ത് നല്ല റോഡിലേക്കൊക്കെ ആളുകൾ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ 2-3 വട്ടം പോലീസിൻ്റെ വണ്ടി പോവും. അവർ നിർത്തിയിട്ട് നമ്മളോട് ചോദിക്കും, മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനി അതിൽ കൂടുതൽ നമുക്ക് അവിടെ കാവൽ കഴിയുന്ന ആൾക്കാർ തന്നെ നമ്മളോട് വന്ന് പറയുകയാണ് ഇത്രയും. അപ്പോൾ എനിക്ക് നമ്മളവിടെ ഷോപ്പ് ഇടുമ്പോൾ നമ്മൾ മാത്രമേ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇഷ്ടംപോലെ കടകൾ ഇന്ന് അവിടെ വരുന്നുണ്ട്. അതെ അതെ, അല്ല വരട്ടെ എന്നാണ് ഞാൻ, കാരണം എല്ലാവർക്കും ജീവിക്കണമല്ലോ, എല്ലാവരും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് അവിടെ അത്രയും. ഞാൻ എല്ലാവരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമാണ് അവിടെ പുലർത്തി പോരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ ഇല്ലെങ്കിൽ എനിക്ക് എങ്ങടെയെങ്കിലും മാറേണ്ട ഒരു ആവശ്യം വന്നാലും അവിടെ എൻ്റെ അമ്മ, അനിയത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ അവിടെ ഉള്ളത് എനിക്ക് സന്തോഷമാണ്, അവർ സഹായമാണ് എന്ത് കാര്യത്തിനാണെങ്കിലും. അപ്പോൾ അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ താങ്കൾ ഇപ്പോൾ PhD പഠനം തുടരുകയാണ്. അതിനോടൊപ്പം ഈ 2 സ്റ്റോറുകളുണ്ട്. PhD കംപ്ലീറ്റ് ചെയ്യാൻ 4 വർഷം താങ്കൾ എടുക്കും. ഇതാണ് താങ്കളുടെ പ്ലാൻ. രേവതി, ബേസിക്കലി നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എല്ലാവരും അല്ല, ചിലരെങ്കിലും പഠനം കഴിഞ്ഞ് ചിലർ ജോലി നേടും, ചിലപ്പോൾ തന്നെ കല്യാണവും, അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് നേരെ ജോലി നേടിയതിന് ശേഷം കല്യാണവും. ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ 2 കുട്ടികളായി, ഇനി കുട്ടികളെ നോക്കണം, ഇത് വലുതാവും. അപ്പോൾ പെട്ടെന്ന് പിന്നെ 10ാം ക്ലാസ്സായി, 12ാം ക്ലാസ്സായി. അപ്പോൾ ഇവർക്കൊക്കെ എന്തൊക്കെയോ ആഗ്രഹങ്ങളും ആശകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ളിലൊതുക്കി ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ഇങ്ങനെ പോകും. അവസാനം ഈ പിള്ളേർ കോളേജിലാകുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു ഡയലോഗ് ഉണ്ട്, ഈ പ്രായത്തിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം. അത്തരം എത്രയോ വനിതകൾ നമുക്കറിയാം. താങ്കൾ ഈ 2 ചെറിയ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ടാണ് 4 മണിക്കൂർ ഉറങ്ങിക്കൊണ്ട് ഈ സർക്കസ് കാണിക്കുന്നത്. ഈ വീട്ടിലിരിക്കുന്ന, അടുക്കളയിലിരിക്കുന്ന ഈ സ്ത്രീകളോട് എന്താ പറയാനുള്ളത്? ആദ്യം അവരവരുടെ സ്വപ്നം എന്താണെന്നൊന്ന് ആലോചിക്കുക. അതിപ്പോൾ സ്വപ്നത്തിലേക്ക് പോകാനുള്ള വഴി എളുപ്പമൊന്നും ആയിരിക്കില്ല, ആരും നമുക്കൊന്നും കൊണ്ടുവന്നില്ല. നിങ്ങളിത് ചെയ്തോളൂ, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ആദ്യം അത് നിർത്തുക. നമുക്ക് ആരും ഇല്ല എന്ന് ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. എന്ത് കിട്ടണമെങ്കിലും എന്ത് നേടണമെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് നമ്മളാണ്. അത് നമുക്കെപ്പോഴും നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുറ്റപ്പെടുത്തലുകളും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ആലോചിച്ചിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഒന്നും ചെയ്യാണ്ടിരുന്നാൽ എല്ലാ മനുഷ്യരെയും പോലെ ഒരു കാലം കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും, നമ്മളൊന്നും നേടുന്നില്ല. അതേസമയം നമ്മളുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് എടുത്ത് നോക്കും, ഉറപ്പായിട്ടും നമ്മളുടെ കൂടെ കുറേ മനുഷ്യർ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മനുഷ്യർ നമ്മളതിനെ സഹായിക്കാനും നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ ആരും സഹായിക്കാനില്ലെങ്കിൽ പോലും നമുക്ക് നേടാൻ പലതും ഉണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ പോലും. അപ്പം നമ്മൾ അതുപോലെ ഇത് ചെയ്യുമ്പോൾ എന്നെ ഇവരെന്ത് പറയും, മറ്റുള്ളവർ എന്ത് പറയും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോൾ നിർത്തുന്നോ അപ്പോഴാണ് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക്, അതെ, ജീവിത വിജയം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മളെക്കുറിച്ച് ഒരു വ്യക്തി എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രശ്നമേ അല്ല, അവർ നമ്മളെക്കുറിച്ച്, കാരണം അവർ വേറൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമ്മളിത്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരാളെയും കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയമില്ല, പറയാൻ പോയിട്ട് ചിന്തിക്കാനുള്ള സമയമില്ല, നമ്മൾ ഓട്ടത്തിലാണ്, ഫുൾ ഓട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തിരക്കായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് അറിയാവുന്ന ഒരു കുഞ്ഞിനോട് ചോദിച്ചു, മോനെ അമ്മ എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു പണിയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ ആ കുട്ടിക്ക് ഒരു അനിയത്തി കുട്ടിയുണ്ട്, അവരുടെ വയസ്സായിട്ടുള്ള ആളുകളുണ്ട്, ആ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് ആ അമ്മയാണ്. പക്ഷെ ആ മോൻ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒരു പണിയില്ല എന്നാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളാരും അങ്ങനെ ഒരു പണിയില്ലാത്ത അമ്മമാരാവരുത്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ,
എൻ്റെ അമ്മ ഞങ്ങളെ വെച്ച് ഇതൊക്കെ ചെയ്തു, അങ്ങനെയാണ് അവർ എന്നോർത്ത് ഒരു കാലത്ത് അഭിമാനിക്കണം. വേണം. അപ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ട് എൻ്റെ 2 കുഞ്ഞുങ്ങളും ജീവിതത്തിൽ ഏത് മോശം ഘട്ടത്തിലൂടെ കടന്നു പോവേണ്ടി വന്നാലും അവരതിനെ എക്സിസ്റ്റ് ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതെല്ലാം കണ്ടിട്ടാണ് വളരുന്നത്, ജീവിതത്തിലെ പ്രശ്നങ്ങളും. ഇപ്പോൾ ഒരു ദിവസം ഞങ്ങൾ രാത്രി ഞാനും കുഞ്ഞും കൂടെ പോകുന്ന സമയത്ത് കുട്ടികൾ എന്നോട് ചോദിച്ചു, അമ്മേ 2 മണി 3 മണിയാണ് സമയം, അമ്മേ രാത്രിയാണല്ലോ, ഇവിടെ നിന്ന് ആരും ഇല്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഈ സമയം നിങ്ങൾ കണ്ട പോലെ വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ അവർ ശരിയാണ്. ബാക്കി സമയത്ത് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ കടന്നുറങ്ങുമ്പോൾ എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ ആ സമയം കാണുകയാണ്. അപ്പം ഞാൻ പറയും, ഇത് നിങ്ങൾ ഈ സമയം കാണുകയാണ്, നിങ്ങൾക്ക് ഇതൊരു അവസരമാണ്. ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്, അന്ന് 2 സ്റ്റോറായി. ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ പാഷൻ എന്ന് പറയുന്നത് പഠിക്കുക, ഒരു ജോലി, അത് വെച്ചാൽ നല്ലൊരു അധ്യാപികയാവുക എന്നുള്ളത് അത് എൻ്റെ ഉള്ളിലുള്ളൊരു കാര്യമാണ്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഞാൻ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നോ അത് പഠിക്കാൻ പാടില്ല എന്നോ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എനിക്ക് സമ്പാദ്യം തരുന്ന ഒരു സംഭവമാണ്, എനിക്ക് സംതൃപ്തി തരുന്ന ഒരു സംഭവമാണ് പഠിക്കുക, ജോലി നേടുക, കുട്ടികളെ പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ PhD നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും കോളേജുകളിൽ ജോലിക്ക് കയറുകയും ചെയ്യും. പക്ഷെ അതോടൊപ്പം എനിക്ക് എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ തിരുവല്ലാമല കുത്താമ്പുള്ളി, അവിടെ ഒരു വലിയൊരു തുണിക്കടകളുടെ ഒരു ഏരിയ, നെയ്ത്ത് ഗ്രാമമാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ വലിയ ഫേമസ് ആയിട്ടുള്ള AR രാമേന്ദ്ര തുടങ്ങിയ ധാരാളം തുണിക്കടകൾ അവിടെയുണ്ട്. അവിടെ നമ്മൾ പുതിയൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹോട്ടലിലേക്ക് പോവാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുവിധം നടന്നു, ഇനിയിപ്പോൾ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാം കഴിഞ്ഞ് തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രീം, ഞാൻ ഇതുവരെ ഈവനിങ് മാത്രം ചെയ്തിരുന്ന ഒരു ഭാഗത്തു നിന്ന് രാവിലെ തൊട്ട് തുടങ്ങുന്ന ഒരു ഫുൾ ടൈം റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ എനിക്ക് കുറേ ജോലിക്കാരെ ആവശ്യം വരും. എനിക്ക് ആഗ്രഹം ഞാനത് കുറച്ച് സ്ത്രീകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ്. എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇവരെ ആവശ്യപ്പെട്ടാലും എത്ര പേര് ജോലിക്ക് വരും എന്ന് എനിക്ക് അറിയില്ല. കാരണം ഹോട്ടൽ ഫീൽഡിൽ സ്ത്രീകൾ വളരെ കുറവാണ്. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത് ചെയ്യുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. അപ്പം നമ്മൾക്ക് ആഗ്രഹമുണ്ട്. കാരണം അവർക്ക് നമ്മളെ കൊണ്ട് ഒരാൾക്ക് ജോലി കൊടുക്കാൻ എംപ്ലോയീസിനെ വെക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു സന്തോഷമുള്ള. അപ്പോൾ അത് സ്ത്രീകളാകുമ്പോൾ കൂടുതൽ സന്തോഷം. അപ്പോൾ കുറേ ആളുകൾക്ക് കൂടുതൽ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാക്കുക, കൂടുതൽ സ്ത്രീകൾക്ക് ജോലി കൊടുക്കുക. പിന്നെ പണ്ട് തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു സ്കൂൾ തുടങ്ങുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള വിദ്യാഭ്യാസം നമുക്കുണ്ട്, പക്ഷെ അതിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു അതായത് പഠിപ്പിക്കാൻ ആരും ഇല്ലാത്ത കുറച്ച് കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കുറച്ച് സഹോദരങ്ങളെ ഉണ്ടാക്കി അവർക്ക് ജീവിതത്തിൽ ഒരു നല്ലൊരു മാർഗം ഉണ്ടാക്കി, കുറച്ച് അമ്മമാരൊക്കെ ഉണ്ടായി, അങ്ങനെ ഒരു നല്ലൊരു സ്കൂൾ അതൊരു പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹം. അതെനിക്ക് എപ്പോൾ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എനിക്ക് എൻ്റെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ വളർച്ചയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് ഭാവിയിൽ എന്നെക്കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ സന്തോഷമായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വളരെ കുറച്ച് ചെറിയ ആഗ്രഹങ്ങൾ മാത്രം. വലിയ ആഗ്രഹം. രേവതിയുടെ സ്ഥാപനത്തിന്റെ പേരെന്താണ്? ഫ്രഷ് മൂൺ എന്നാണ് എൻ്റെ സ്ഥാപനത്തിന്റെ പേര്. എന്താണ് ഈ ഫ്രഷ് മൂൺ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനെ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നേരിട്ട് ഇഡ്ഡലിക്കല്ല എത്തിയത്. അതിൻ്റെ മുന്നേ ഞാൻ മഷ്റൂം ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു, അത് സെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ ഫ്രഷ് മൂൺ എന്നുള്ള ഒരു പേരെങ്ങനെയോ വന്ന് കിടക്കുന്നുണ്ട്. മഷ്റൂമിന് അത് ഇടണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫുഡിൻ്റെ ഫീൽഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് ഡെയിലി വരുമാനമാണ്. അപ്പം ഞാൻ ഫുഡ് ബിസിനസ്സിലേക്ക് കടക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇഡ്ഡലി മൂണിനെ പോലെയാണുള്ളത്. അപ്പോൾ ഞാൻ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു ഫുഡ്, അത്രയും ഫ്രഷ് ആയിട്ടുള്ളൊരു ഫുഡ് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഫ്രഷ് മൂൺ എന്ന് പറയുന്ന പേര് ഞാൻ. പിന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റണം. എനിക്ക് ഇന്ത്യക്ക് പുറത്തുനിന്നൊക്കെ കുറച്ച് ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിന്. ഞാൻ കഴിഞ്ഞ മാസം പോകാൻ നിൽക്കുമായിരുന്നു ദുബായിക്ക്. അപ്പോൾ അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾക്ക് ഏത് നാട്ടിൽ പോയാലും ആളുകൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പേരാവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ വലിയ ഓഫറുകളാണ് വരുന്നത്, വളരാനുള്ള തയ്യാറെടുപ്പിലുമാണ് അല്ലേ? രേവതി, ഞാൻ കണ്ടപ്പോൾ തൊട്ട് വരെ ഞാൻ ശ്രദ്ധിച്ചു, ആൾ വളരെ എനർജറ്റിക്കും പോസിറ്റീവായിരിക്കുന്ന ഒരാളാണ്, തളരില്ല, വളരെ സ്ട്രോങ് ആണ്. അത് സ്ട്രോങ് ആവുന്ന ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പം ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഉണ്ടായി അതിൽ നിന്നുമാണ് ജീവിക്കേണ്ടതെന്നാണ് ഞാൻ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പ്രശ്നങ്ങളും സന്തോഷങ്ങളുമാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ എത്തില്ല. എനിക്ക് സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും ഞാനിവിടെ എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നത് ഞാൻ സങ്കടപ്പെട്ടിട്ടില്ലാന്നോ എന്ത് പ്രശ്നം വരുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നോ അല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എനിക്ക് എന്ത് സങ്കടം വന്നിട്ടുണ്ടെങ്കിലും അത് നാളേക്ക് അത് നല്ലതായിട്ടാണ് മാറുക എന്നുള്ളൊരു എപ്പോഴും ഞാനൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ. അത് ഞാൻ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ഞാൻ നന്മകളെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അത് എന്നെ ഇപ്പോൾ ഞാൻ ചിന്തിക്കും, ഇപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്ത കുറേ മനുഷ്യരുണ്ട്. എനിക്കേ ചിലപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഇഷ്ടമല്ല, പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾ എന്നെ അങ്ങനെ ആരും ഇഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പക്ഷെ എനിക്കെല്ലാവരും ഇഷ്ടമാണ്. ഞാൻ എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്ക് ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇന്ന് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത് ഞാൻ PG ചെയ്യുന്ന സമയത്ത് എനിക്ക് മാർക്ക് കുറവൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കോളേജ് ടോപ്പറായിട്ടാണ് ഞാൻ PG കഴിയുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സെമ്മിൽ എനിക്ക് ഒരു സബ്ജക്റ്റിൽ മാത്രം C ഗ്രേഡാണ് വന്നത്. അതെനിക്കൊരു വലിയ സങ്കടമായിരുന്നു. അതിപ്പോൾ ചിലർ വിചാരിക്കും ഇപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് പറയുന്നത് വലിയ കാര്യമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്ക് വലിയ കാര്യമാണ്. കാരണം കുട്ടികളെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാത്തിലും O ഗ്രേഡ്, ഒരു C ഗ്രേഡ്. ഒരു ഭയങ്കര സങ്കടം. എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എനിക്കത് മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹമായിരുന്നു. 3ാമത്തെ സെമ്മിലാണ് ഈ എക്സാം വീണ്ടും വരിക. അപ്പോൾ ഞാൻ അടുത്ത ദിവസവും 3 ദിവസം അടുപ്പിച്ച എക്സാമാണ്, ഫസ്റ്റ് സെമ്മിൻ്റെയും തേർഡ് സെമ്മിൻ്റെയും. അത് ഞാൻ 5 ദിവസം ഉറങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ അതിൽ 3 എഴുതി എല്ലാം O ഗ്രേഡ് ആക്കിയെടുത്തു. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ അന്ന് ആ C എന്നുള്ള ചിലപ്പോൾ Oയിലേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും, ഒരു A ഗ്രേഡോ B ഗ്രേഡോ എത്തുമായിരിക്കും. പക്ഷെ അന്നത് C കിട്ടിയത് കൊണ്ട് ഞാൻ അതിന് അത്രയും എഫേർട്ട്, അത് മലയാളം ഗ്രാമർ അങ്ങനെ പെട്ടെന്ന് O ഗ്രേഡ് കിട്ടില്ല. അപ്പോൾ ഞാൻ ആ സാധനത്തിന് വീണ്ടും നല്ലോണം പഠിച്ച് അങ്ങനെ എനിക്കത് വീണ്ടും O ഗ്രേഡ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ ഫുൾ O ഗ്രേഡ്. അപ്പോൾ എനിക്കതൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്തൊക്കെ നേടുമോ അങ്ങനെയല്ല, അത് എൻ്റെ ഒരു സംതൃപ്തിയാണ്, സാറ്റിസ്ഫാക്ഷൻ ആണ്. അതെ. അപ്പോൾ രേവതിനെ നയിക്കുന്നത് ഈ പോസിറ്റിവിറ്റിയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും സംതൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഉയരങ്ങളിലേക്ക് എത്തും വളരുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങൾ കേട്ടു രേവതി എന്ന ഈ വനിതാ സംരംഭകയുടെ ഒരു സ്പാർക്കുള്ള കഥ. വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം പഠനത്തോടുള്ള വലിയ കമ്പമാണ്, പാഷനാണത്. ആ ത്വര അദ്ദേഹത്തെ PhD കൊണ്ട് എത്തിച്ചു. പക്ഷേ ഒരു വരുമാന മാർഗം എന്ന നിലയ്ക്കാണ് അദ്ദേഹം അമ്മയും സഹോദരിയുമൊക്കെ ചേർന്ന് 2 ചെറിയ കുട്ടികളുമായി അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് തന്നെ ഒരു രാത്രി ഒരു തട്ടുകട, ഒരു ഇഡ്ഡലി സെർവ് ചെയ്യുന്നത്. പക്ഷെ നല്ല മനസ്സോടുകൂടി നല്ല ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കസ്റ്റമേഴ്സ് വരുമെന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് രേവതിയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും. വളർച്ച പെട്ടെന്നായിരുന്നു. അത് സൂപ്പർ ഹിറ്റായപ്പോൾ അദ്ദേഹത്തിന് വേറെ ഫ്രാഞ്ചൈസി കൊടുക്കാനായി. പക്ഷേ ഇന്ന് തീർന്നിട്ടില്ല. അദ്ദേഹം ഒരു റെസ്റ്റോറൻ്റാണ് മനസ്സിൽ കാണുന്നത്, കാലത്തോട്ട് വൈകിട്ട് വരെ. നമ്മുടെ നാട്ടിൽ എത്രയോ സ്ത്രീകൾ എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ടാണല്ലേ അടുക്കളയിലിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഒരു സ്പാർക്ക് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, രേവതി പറഞ്ഞ വാക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ഒരു പടി ഒന്ന് എടുത്ത് വയ്ക്കുക. നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വരും. അതിനിടയിൽ തിരിച്ചടികളുണ്ടാവും. രേവതി പറഞ്ഞ പോലെ തിരിച്ചടികൾ അദ്ദേഹത്തിനും ഉണ്ടായിട്ടുണ്ട്. പണം കയ്യിൽ കണ്ടുകൊണ്ടൊന്നുമല്ല അദ്ദേഹം തുടങ്ങിയത്. പക്ഷേ ഒരാശയം മനസ്സിൽ വന്നു, അത് വിജയിപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ വലുതാണ്. പഠനത്തോടൊപ്പം തന്നെ നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കണം, ഭാവിയിൽ ഒരു സ്കൂൾ തന്നെ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ് രേവതി. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് താങ്കളുടെ. വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ഇത്ര പെട്ടെന്ന് തന്നെ ഒരു സംരംഭകയായി അതിൽ വിജയിപ്പിക്കാനായി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. സമൂഹത്തിൽ നിങ്ങളെപ്പോലുള്ള ചില ആൾക്കാർ മാതൃകയാണ്. ഇത്തരം നിരവധി വനിതാ സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ടട്ടെ. ഈ ഇൻ്റർവ്യൂ കൊണ്ട് ആരെങ്കിലുമൊക്കെ ചാട്ടി നാളൊരു സംരംഭകം തുടങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിലെ ഞങ്ങളുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെ പേരിലും രേവതിക്ക് എല്ലാ ആശംസകളും. കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും അനിയത്തിക്കും സന്തോഷം.